ഈ സഭയിലെ 50 നോയമ്പ് കഴിഞ്ഞാൽ ഉടനെ OVS ഉണ്ട്. അതെല്ലാ പള്ളികളിലും ഉണ്ട്. അപ്പൊ OVSന് പോയ കുട്ടികളുടെ ഇടയിലാണ് ഈ അന്യായം കാണിച്ചത്. ITV ന്യൂസിൽ കൂടെ വന്നത് നമുക്ക് മനസ്സിലായല്ലോ. അവരെല്ലാരും കൂടെ ടൂറ് പോയി. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ഓർക്കണം. 50 നോയമ്പ് അങ്ങോട്ട് കഴിഞ്ഞു. അച്ഛന്മാരെല്ലാം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് 2-3 ആഴ്ച ആയപ്പോഴത്തേന് എല്ലാവരും തിന്നങ്ങ് നെയ്മുറ്റി. ചിലർ തീറ്റയായിരിക്കുമോ? നെയ്മുറ്റി കഴിഞ്ഞപ്പോ ഇത് എവിടെയെങ്കിലും കൊണ്ടൊന്ന് ചെലവാക്കണ്ടേ? അതിനുവേണ്ടിയായി ഈ പണികളൊക്കെ ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ ഇവരെ പിടിക്കുന്നതും എടുക്കുന്നതും എല്ലാം ഈ ഒരു സാഹചര്യത്തിലാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അതെന്തും ആയിക്കോട്ടെ. ഇപ്പം ഈ പിന്നെ കുഞ്ഞിനോട് കാണിച്ചതായ ആ ഒരു പ്രവൃത്തി, അതിനെ നീതീകരിക്കാന് ഈ അച്ഛൻ ഒരു സ്ത്രീയെ വിളിച്ചിരിക്കുന്നു. അപ്പൊ അവര് സംസ്കാരവും കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയുമാണ്. അവര് മാന്യമല്ലാത്ത ഒരു ഭാഷയും പറഞ്ഞിട്ടില്ല. അവര് 2-3 തവണ എടോ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. ഇയാളെ എടോ എന്നല്ല വിളിക്കേണ്ടത്, മറ്റേ മോനെ എന്നാ വിളിക്കേണ്ടത്. അവര് സംസ്കാരമുള്ള സ്ത്രീ ആയതുകൊണ്ട് അവരത് വിളിച്ചില്ല. എന്ത് ആയിരുന്നാലും ഇങ്ങനെയുള്ള ഇവരെ ഒന്നും വെച്ചോണ്ടിരിക്കരുത്. സഭ അങ്ങ് നാണം കെടുക. സഭയൊന്നും ചെയ്തിട്ടില്ല ദോഷം. സഭയിലുള്ള ഈ പട്ടക്കാരൻ ഇവന്മാർ നിമിത്തമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. തന്നെയല്ല, ഇത്രയും കൊള്ളിക്കരുതാഴെ കാണിക്കുന്നതുകൊണ്ട് സൈഡ് പിടിക്കാൻ വേറെ അച്ഛന്മാരുണ്ടെന്ന് വിചാരിച്ചോണം. പട്ടക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ട് ഇതേ സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാർ. ഇവരെല്ലാം കൂടി ഒരു യൂണിയനാണ്. അവര് അറ്റാക്ക് ചെയ്യും. നേരായ രീതിയിൽ ഒരു ശിക്ഷണ നടപടിയോ വല്ലതും എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി അറ്റാക്ക് ചെയ്യും. ഇടമാത്ര പോലും തന്നെ കളഞ്ഞിട്ട് കയറാവോ ചെയ്യും. എന്നിട്ട് അങ്ങനെയുള്ള ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് അതെല്ലാം വിളിച്ചു പറയും. അച്ഛൻ്റെ പേര് നടപടി എടുത്താലുണ്ടല്ലോ, മറ്റേ കാര്യം ഞങ്ങളങ്ങ് വിളിച്ചു പറയും. അന്നേരം ബാക്കിയുള്ള അച്ഛന്മാർ പറയും എൻ്റെയിലും ഉണ്ട് റെക്കോർഡുകൾ, വിളിച്ചു പറയും. എത്രയാണ് എന്ത് ചെയ്യുന്നറിയോ? നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യേ, ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ആരും അറിയാത്തിടത്തോട്ടങ്ങ് സ്ഥലം മാറ്റം കൊടുക്കും. ഈ സ്ഥലം മാറ്റം കൊടുക്കുന്നെന്ന് പറയുന്നത് നല്ല വരുമാനവും നല്ല മേച്ചിൽപ്പുറം ഉള്ളിടത്തായിരിക്കും വിടുന്നത്. ഇഷ്ടം പോലെ അങ്ങ് മേയാമല്ലോ അവിടെ കിടന്ന്. അങ്ങനെയുള്ളിടത്തോട്ടായി വിടുന്നത്. അപ്പോൾ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തോ, ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല വരുമാനമുള്ള പള്ളിയും കിട്ടും, ഇഷ്ടം പോലെ മേഞ്ഞ് നടക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ഇവർ കാണിക്കുന്ന ചില കൊള്ളിക്കരുതാഴികളാണിത്. ഇപ്പൊ ഇതിനെ എങ്ങനെയാ പ്രതികരിക്കുന്നത്? ഇതുപോലൊരു റംബാന് ഇതേ രീതിയിലുള്ള സമാനമായ രീതിയിൽ ഒരു കാര്യം ചോദിച്ചതാ. ജയിലിൽ വരെ ആയി. ഇപ്പൊ റിമാൻഡിൽ കിടന്നേച്ച് ഇപ്പം വെളിയിലെങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. കേസ് കഴിഞ്ഞിട്ടും ഒന്നുമില്ല. അമ്മാന്റെ പേര് ഞാനിപ്പം പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന. അധികമായിട്ടില്ല, 1 കൊല്ലം ഏതാണ്ടേ ആയിട്ടുള്ളൂ. ഇതൊന്നും ഇവർക്കാർക്കും വിഷയമല്ല. ദൈവത്തിന്റെ അങ്ങേ അറ്റത്തെ പ്രതിപുരുഷന്മാരാന്നും പറഞ്ഞ് നടക്കുക. ദൈവകോപം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ഭസ്മമായിപ്പോയി, ചാമ്പല്. ഇവരെയൊക്കെ വിശ്വസിച്ച് അങ്ങനെ പള്ളിയിൽ പോകും. ഇപ്പൊ അവര് പറഞ്ഞിരിക്കുന്നല്ലോ, അവരാ മാന്യമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. താൻ ഉള്ളിടത്തോളം കാലം ഇനി പള്ളി വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭർത്താവ് നേരത്തെ താക്കീത് കൊടുത്താ ഇയാളെ സൂക്ഷിച്ചോണമെന്ന്. അവരത് കേൾക്കാതെ വീണ്ടും കൂടി. ഇപ്പൊ മനസ്സിലായല്ലോ, ഈ വരുന്ന അച്ഛന്മാരെ വഷളാക്കുന്നതിന്റെ ഒരു നല്ല പങ്ക് ഇടവകയിലെ സ്ത്രീജനങ്ങൾക്കുണ്ട്. വരുമ്പോഴേ പൊക്കി തലയെ കയറ്റി വെക്കും. പക്ഷെ ഇവര് സൺഡേ സ്കൂൾ അധ്യാപികയൊക്കെ ആയതുകൊണ്ട് വളരെ മാന്യമായ രീതിയിലാണ് നിന്നത്. അത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് കയറി ചെന്ന് പെണ്ണുമ്പിള്ളയുടെ മുമ്പിൽ വെച്ചുണ്ടല്ലോ, 2-3 പെണ്ണുങ്ങൾ അങ്ങോട്ട് ചെന്ന് അടിച്ച് നേരത്തി അങ്ങ് ഇട്ടേച്ചിങ്ങ് പോകണം. ആ പെണ്ണുമ്പിള്ളയുടെ ചെവിക്കല്ലിന് വന്ന് കൊടുക്കണം. നിനക്കെന്താടി, നിനക്കില്ല കഴിവില്ലേ, അതിന്റെ ആമ്പർന്നാനെ അങ്ങ് കയറൂരി വിട്ടേക്കാന്നോ? കഴിവില്ലേ, ഇറങ്ങി പോടി പോയില്ലേ അതിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞ് ഇറക്കി ഓടിക്കണമായിരുന്നു. പിന്നെ അല്ല, ഇടവകയിൽ നല്ല കൈക്കെല്ലുള്ള ആണുങ്ങളുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നാന്നറിയോ? പേടിച്ച് വന്ധ്യകരണം നടത്തി വിട്ടുകളയണം. അയാളുടെ ആയുസിൽ അത് മറക്കരുത്. സ്വന്തം കുടുംബത്തിൽ പോലും ഇതുകൊണ്ടൊരു ഉപയോഗമില്ലാത്ത രീതിയിൽ അങ്ങ് ആക്കിക്കളയണം. വന്ധ്യകരണം നടത്തി വിട്ട് കഴിഞ്ഞാണല്ലോ ജീവപര്യന്തം അത് നീര് വന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. ആ വിധത്തിൽ വേണം ചെയ്യാൻ. ഇത് കേട്ടിട്ട് മേല് പെരുക്കുക. അതുകൊണ്ടാണ് ഇത്രയും കർശനമായിട്ട് പറയുന്നത്. അച്ഛന്മാരെ പറ്റി എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇടവകയിലുള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ അങ്ങ് ഇളകും. ആ അച്ഛനെ പോലെ മര്യാദയുള്ള ഒരു അച്ഛനില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ എന്തെങ്കിലും ഒരു കമന്റ് ഇടുന്നവനെ അല്ലെങ്കിൽ ഇത് പറയുന്നവനെ അവന്റെ അണ്ണാക്കിലോട്ട് ഭാരം കൊണ്ട് ചെല്ലും. ഇപ്പം മനസ്സിലായല്ലോ, നല്ല കുടുംബത്തിൽ പിറന്ന ആണുങ്ങളും കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളും ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വഴിപ്പെടുത്തില്ല. ഭർത്താവിനേക്കാൾ ഉപരിയായിട്ട് ഇടവകകാരിയെ സ്നേഹിക്കുക, പള്ളി ഭക്തി, ഇതൊക്കെ എവിടുന്ന് വരുന്നു? ഏതായാലും ഈ വിഷയത്തില് അവർ പ്രതികരിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് അവർ തുടർ നടപടികളിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മേലാൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഒരു മരുന്ന് അവിടുന്ന് കൊടുത്ത് വിടണ്ട ഇടവകക്കാര്.
അത് ആണ് ചെയ്യേണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.